ഗൈസ്, അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ ഞാനൊരു വീഡിയോ വ്ളോഗായിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ എടുത്ത് എൻ്റെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഒരു ചേട്ടൻ മെസ്സേജ് അയച്ചിട്ട് കളിയാക്കുന്ന രീതിയിലാണ് പുള്ളി മെസ്സേജ് അയച്ചേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് എന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് പുള്ളി എന്നെ കളിയാക്കി കേട്ടോ. കളിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുള്ളിക്കാരന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. വേറെ ഒന്നുമല്ല, ഈ കളിയാക്കുന്ന ടീമുകളുണ്ടല്ലോ, നിങ്ങൾ കളിയാക്കിക്കോ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ നടന്നു പോകുന്ന വഴികളും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് ഓർത്തെടുക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ, ഇല്ലേ? പക്ഷെ നമുക്കങ്ങനെയല്ല. നമുക്കൊരു ഡയറിയിൽ എഴുതുന്ന പോലെ നമുക്ക് എന്നായാലും ഈ വീഡിയോസ് എല്ലാം നമുക്ക് നേരിട്ട് കണ്ട് തൃപ്തി ആവാൻ പറ്റും. നമ്മളിങ്ങനെ എന്താണ് ബ്ലോഗ് ചെയ്യുന്നത് കൊണ്ട്. കുറേ നാളായതുകൊണ്ട് സംസാരിക്കുമ്പോൾ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. തെറ്റുറ്റങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാൻ മതി. എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ ക്ഷമിക്കുക. പക്ഷേ കളിയാക്കുന്നവരത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് ഇപ്പം ഒരുത്തൻ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് കളിയാക്കാനും എളുപ്പമാണ്, കുറ്റപ്പെടുത്താനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഇത് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ളൊരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ. അത് നമുക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവത്തില്ല. എന്താണ്, ഇപ്പം ഞാൻ തന്നെ ഇവിടെ ഖത്തറിൽ നിൽക്കുന്നു. എൻ്റെ ഓരോ ദിവസത്തെ ഇത് ഞാൻ ബ്ലോഗായിട്ട് ചെയ്യുന്നെന്ന് വെച്ചോ, അത് കണ്ട് നിങ്ങൾ കളിയാക്കുന്നു, ഓക്കെ? പക്ഷേ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വന്ന് ഖത്തറിൽ ജോലി ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നത് പോലെ എനിക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഈ കാര്യം ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞപ്പോഴത്തേക്കാണ് പുള്ളി പറയുന്നത്, അയ്യോടാ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായി. അപ്പോൾ ഇതെനിക്ക് നിങ്ങളുടെ അടുത്തൂടെ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോയുമായിട്ട് വന്നത് കേട്ടോ. ഇതെൻ്റെ ഫോണിലാണ് എടുക്കുന്ന സംഭവം. അപ്പോൾ എല്ലാവർക്കും ബൈ.